നമുക്കൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ജി ഗോപകുമാർ കൂടി ചേരുന്നുണ്ട് അതിഥിയായി. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പം ഈ പ്രചാരണത്തിന്റെ സമയത്തൊക്കെ അത് കഴിഞ്ഞ് എക്സിറ്റ് പോളുകളൊക്കെ വന്ന സമയത്തും അപ്പോഴും ഒരു പക്ഷേ എക്സിറ്റ് പോളുകളെ മറിച്ചുകൊണ്ട് ഒരു RJD അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ മുന്നോട്ട് വന്നേക്കാം എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിച്ചതിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 199, അത് 200 തൊട്ട് താഴെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എവിടെയാണ് പിഴച്ചത് മഹാസഖ്യത്തിന്? ഈ നമ്മളിടയ്ക്ക് കേരളം ബീഹാർ കമ്പാരിസണൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതൽ കേട്ടിരുന്നു. കേരളത്തിന്റെ വികസനവുമായി ബീഹാറിന്റെ വികസനം താരതമ്യം ചെയ്യുന്നു. അവിടെ എന്തുണ്ട്, ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും അവിടെ ഏശിയില്ല. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിജയിച്ച സംസ്ഥാനങ്ങളോടൊപ്പം താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ് ബീഹാർ. പക്ഷേ എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല, മാത്രമല്ല ഭരണത്തിന് അനുകൂലമായൊരു വികാരമുണ്ടായി എന്ന് ആലോചിക്കണം. ഇന്നലെ നമ്മൾ മാതൃഭൂമിയിൽ ഇത് കുറച്ച് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ചർച്ച കഴിഞ്ഞ് ഞാൻ അഭിലാഷമായിട്ടും ഒരു വാക്ക് സംസാരിച്ചു. എപ്പോഴും ഒരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ വിലയിരുത്തുന്നത് ഒരു പക്ഷേ മുൻ ഗവൺമെൻറ്റുമായി താരതമ്യം ചെയ്യും. ഇപ്പോഴുള്ള ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ അവസാന കാലഘട്ടത്തിൽ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഭരണവിരുദ്ധ വികാരത്തിന് ഏറ്റവും ശക്തി ആർജിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരേ ഭരണം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് തുടരുന്നു. ഇവിടെ ഇന്നലെ സംസാരിച്ച പോലെ സ്ത്രീകൾ, വനിതകൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായി മാറി. അവരിൽ കൂടി വികസനം വേണം. അത് പല രീതി, മഹിളാ ഓസ്കാർ യോജന ഉൾപ്പെടെ ഇപ്പോൾ കൊടുത്ത 10,000 രൂപ ഉൾപ്പെടെ സ്ത്രീകളെ കൂടി ഈ വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടുവന്നാലേ പുരുഷാധിപത്യമുള്ള സമൂഹം, ജന്മിത്വമുണ്ടായിരുന്ന ബീഹാർ പോലത്തെ ഒരു സമൂഹം, അതിൽ നിന്നും മാറി ഒരു സമൂഹത്തിന് വളർച്ചയുണ്ടാവുകയുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കിയ നിതീഷ് കുമാറിൻ്റെ വളരെ ക്ലവറായിട്ടുള്ള ഒരു അപ്രോച്ച്, അതിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. വരാത്തത് യാദവും മുസ്ലിങ്ങളും മാത്രം. അപ്പോൾ മറുവശത്തുണ്ടായ പോളറൈസേഷൻ ഇപ്പുറത്തും പോളറൈസേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഒരു വശത്ത് വികസനം, രണ്ടാമത് ഭരണവിരുദ്ധ വികാരം തീരെ ഇല്ലാത്തത്, 3 ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ നിതീഷ് കുമാർ കാണിച്ച മികവ്, അതോടൊപ്പം തന്നെ BJPയുടെ ശക്തി, ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യ ഘടകം. അത് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെൻറ് 24 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബീഹാറിന് എന്തുമാത്രം സാമ്പത്തിക സഹായം കിട്ടി. അതൊരു കോalition ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞില്ലെങ്കിൽ ഗവൺമെൻറ് താഴെ വീഴും എന്ന് അറിയാവുന്ന NDA ഗവൺമെൻറ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേകം പാക്കേജ് കൊടുത്തു. അപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് പൊട്ടൻഷ്യാലിറ്റി ഉള്ള കക്ഷികളെ കൂടെ നിർത്താനുള്ള ഒരു മികവ് അവർക്കുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കോalitionനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ആ കഴിവും സ്മാർട്ട്നെസ്സും NDAക്ക് ഉള്ളതുപോലെ മറുവശത്തില്ല. മറുവശത്ത് 2 കക്ഷികളെ ഉള്ളൂ പ്രധാനമായിട്ട് എടുത്തു പറയാൻ. ബാക്കിയെല്ലാം വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കക്ഷികളാണ്. അതിൽ ലാലു പ്രസാദിന്റെ ആ സമയത്തും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ബീഹാറിന് ഇതുപോലെ തന്നെയുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് വികസനത്തിന് വേണ്ടി കുറേ അധികം ഫണ്ടുകൾ ആ കാലത്തും കിട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ ആ സമയത്ത് താഴെ തട്ടിലേക്ക് എത്താതെ അഴിമതി, നമുക്കറിയാം പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടിരുന്നു. ജംഗിൾ രാജ് ഒരു ഭാഗത്തുണ്ട്, കന്നുകാലികൾക്കുള്ള ഫണ്ടിൽ നിന്ന് പോലും അടിച്ചു മാറ്റിയ ആ കഥ നമുക്കറിയാം. അപ്പം ഇവിടെ അങ്ങനെയല്ല. കൊടുക്കുന്ന ഫണ്ടുകൾ, അനുവദിക്കുന്ന ഫണ്ടുകൾ താഴെ തട്ടിലേക്ക് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയതാണ്. ഇപ്പം ഈ കൊലേഷൻ ഗവൺമെന്റ് ഇതിന്റെ കാര്യം പറഞ്ഞു. BJPക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഭരിക്കാം, അവർക്ക് ചിരാഗ് പാസ്വാൻ കൂടെ നിന്നാൽ വേണമെങ്കിൽ JDA മാറ്റി നിർത്തി വേണമെങ്കിൽ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള നമ്പേഴ്സ് ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തോട് 100% യോജിക്കുന്നു. ഡെലിവറി ഓഫ് വെൽഫെയർ മെഷേഴ്സ് അത് താഴെത്തട്ടിൽ എത്തിക്കാൻ ലാലു പ്രസാദ് അല്ല, തീർച്ചയായിട്ടും നിതീഷ് കുമാർ ആണെന്ന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ പോലും വിശ്വസിച്ചു. ആ വിശ്വാസം ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കുകയും ചെയ്തു. രണ്ടാമത്, ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച രീതിയിൽ BJP തനിച്ച് ഭരിക്കും ഒരിക്കലും ഉണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട സ്റ്റാർ എന്ന് പറയുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. ആ കോമ്പിനേഷൻ്റെ വിജയമാണ്, ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിൻ്റെ വിജയമാണ്. തീർച്ചയായിട്ടും ഈ മുന്നണി തന്നെ മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നില്ല തനിച്ച് BJP അങ്ങനെ ഒരു പരിശ്രമം നടത്തുമെന്ന്. കാരണം ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ചില ധർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പാർട്ടി നേതാക്കന്മാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ BJPക്ക് തനിച്ച് ബീഹാർ ഭരിക്കാൻ പറ്റില്ല. ഭരിച്ചാൽ തന്നെ അതിന് പരിമിതിയുണ്ട്. നമ്മളിത് പറയുമ്പോഴും
കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാം NDAക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു അടിത്തറയുണ്ട്. ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിന് ആനുകൂല്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഡെലിവറി ഓഫ് വെൽഫെയർ സർവീസ് ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ വിമൻ ഡെവലപ്മെൻറ്റ് ഒരു വലിയ ഇൻഡിക്കേറ്ററാക്കി അതൊരു തരംഗമാക്കിയതാണ് നിതീഷ് കുമാറിൻ്റെ വിജയം. പല മാധ്യമങ്ങളും എഴുതി അദ്ദേഹത്തിന് 74 വയസ്സായി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ആരോഗ്യമില്ല, ഇത് കഴിഞ്ഞ ഉടനെ BJP കയ്യിലോട്ട്. അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ബീഹാറിന്റെ പശ്ചാത്തലം അങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞത്, പക്ഷെ അതിനുള്ളൊരു ഓപ്ഷൻ പോലും ഇന്ന് BJPയുടെ കയ്യിൽ ആ രീതിയിൽ എല്ലാ മേഖലകളിലേക്കും നമ്മളിപ്പോൾ BJPക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് പോലും സീമാഞ്ചൽ മേഖലയിലേക്ക് പോലും കടന്നു കയറാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നമ്പർ 243-ൽ 200 ഡബിൾ സെഞ്ചുറിയിൽ നിൽക്കുകയാണ് NDA സർക്കാർ. ഇനി നമുക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കും. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് ജയിച്ചു കഴിഞ്ഞാലും തോറ്റാലും എന്തായിരിക്കും പറയുക എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്.